മനുഷ്യൻ, അതാണ് സ്റ്റാലിൻ എന്ന വാക്കിന്റെ അർത്ഥം. അക്ഷരാർത്ഥത്തിൽ ജോസഫ് സ്റ്റാലിൻ ഒരു ഉരുക്കു മനുഷ്യനായിരുന്നു. റഷ്യയിലെ ജോർജിയയിൽ ഒരു ദരിദ്ര കുടുംബത്തിലാണ് 1879 ഡിസംബർ 18 സ്റ്റാലിന്റെ ജനനം. അമ്മയ്ക്ക് അലക്ക് ജോലിയായിരുന്നു. ചെരുപ്പുകുത്തിയായ അച്ഛനാകട്ടെ സ്ഥിരം മദ്യപാനിയും. അച്ഛന്റെ മർദ്ദനമേറ്റ് തളർന്ന ബാല്യമായിരുന്നു ജോസഫ് സ്റ്റാലിന്റേത്. സ്റ്റാലിനെ പുരോഹിതനാക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. തുടർന്ന് സെമിനാരിയിൽ അയച്ചു. എന്നാൽ അവനെ ആകർഷിച്ചതാകട്ടെ കാൾ മാർക്സിന്റെ പുസ്തകങ്ങളും. ഒടുവിലൊരു നാൾ നിരീശ്വരവാദി എന്ന് പ്രഖ്യാപിച്ച സ്റ്റാലിനെ സെമിനാരിയിൽ നിന്ന് പുറത്താക്കി. പിന്നീട് അങ്ങോട്ടാണ് വിപ്ലവ നായകനിലേക്കുള്ള ജോസഫ് സ്റ്റാലിന്റെ യാത്ര. റഷ്യയിലെ രാജവാഴ്ചയ്ക്ക് നേരെയുള്ള അമർഷം സ്റ്റാലിന്റെ മനസ്സിനകത്ത് അഗ്നിയായി പടർന്നു. രഹസ്യമായി പല പ്രതിഷേധങ്ങളും സ്റ്റാലിൻ സംഘടിപ്പിച്ചു. അതിനിടെ അദ്ദേഹം ബോൾഷെവിക് പാർട്ടിയിൽ ചേർന്നു. ഗറില്ല യുദ്ധം നടത്തി. ഈ സമയത്ത് തന്നെയാണ് ലെനിനുമായുള്ള സ്റ്റാലിന്റെ കൂടിക്കാഴ്ച. ഭാര്യയുടെ അകാല മരണത്തിനു ശേഷമാണ് വിപ്ലവ പ്രവർത്തനത്തിലേക്ക് സ്റ്റാലിൻ സജീവമാകുന്നത്. റഷ്യൻ വിപ്ലവത്തിന്റെ തീച്ചൂളയിലേക്ക് ലെനിനൊപ്പം സ്റ്റാലിനും നടന്നു നീങ്ങി. ഒടുവിൽ റഷ്യൻ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച് ലെനിൻ അധികാരമേറ്റെടുത്തപ്പോൾ ജോസഫ് സ്റ്റാലിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി. ആശയപരമായി മാർക്സിസത്തിന്റെ ലെനിനിസ്റ്റ് വ്യാഖ്യാനത്തോട് പ്രതിബദ്ധത പുലർത്തിയ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സ്റ്റാലിൻ. ലെനിന്റെ മരണശേഷം സോവിയറ്റ് യൂണിയന്റെ തലപ്പത്ത് സ്റ്റാലിൻ അവരോധിക്കപ്പെട്ടു. രാജ്യത്ത് ആധുനിക വ്യവസായവൽക്കരണം നടപ്പാക്കാൻ പഞ്ചവത്സര പദ്ധതികൾ സ്റ്റാലിൻ അവതരിപ്പിച്ചു. രാജ്യം സാമ്പത്തിക വളർച്ചയിലേക്ക് നീങ്ങി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അഡോൾഫ് ഹിറ്റ്ലറിന്റെ നാസി ജർമ്മനിയെ മുട്ടുകുത്തിച്ചതോടെയാണ് ജോസഫ് സ്റ്റാലിൻ ലോകാരാധ്യനായി മാറുന്നത്. വ്യാവസായിക ശക്തിയായി സോവിയറ്റ് യൂണിയനെ മാറ്റിയ സ്റ്റാലിൻ എന്ന മഹാനേതാവ് സ്വന്തം ജനതയുടെ എക്കാലത്തെയും വലിയ ഹീറോ ആയി മാറി. 1953 മാർച്ച് 5 ഹൃദയാഘാതത്തെ തുടർന്ന് സ്റ്റാലിൻ മരിച്ചപ്പോൾ ആ ജനത ഒന്നടങ്കം വിലപിച്ചു. മരിച്ച് 71 വർഷങ്ങൾക്കിപ്പുറവും സ്റ്റാലിൻ ഓർമ്മിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ.